In this section, I am talking about linked list operation insertion. Insertion means inserting a node into a single linked list. Inserting a node into a single linked list. In the case of insertion, there are various positions where a node can be inserted. Okay, we can insert a new node at the front of a single linked list, or we can insert a node at the end of a single linked list, or inserting any other position. Inserting any other position, any position നമുക്ക് ഇൻസേർട്ട് ചെയ്യാം, ഫ്രണ്ടിൽ ഇൻസേർട്ട് ചെയ്യാം, എൻഡിൽ ഇൻസേർട്ട് ചെയ്യാം. നമുക്ക് എവിടെ വേണ്ടിക്കലും ലിങ്ക്ഡ് ലിസ്റ്റിൽ ഒരു നോഡിനെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഒരു നോഡിന്, ഇൻ ദി കേസ് ഓഫ് ഇൻസേർട്ടിങ് നോഡ് ഇൻ ടു എ linked list, first we call a procedure getNode to get a pointer of a memory block which suits the type node. ഇനി നമുക്ക് ഒരു നോഡിനെ ലിങ്ക്ഡ് ലിസ്റ്റിലോട്ട് ഇൻസേർട്ട് ചെയ്യണ്ടെങ്കിൽ, ഒരു നോഡിനെ നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റിലോട്ട് ഇൻസേർട്ട് ചെയ്യണ്ടെങ്കിൽ നമുക്ക് നോഡ് വേണം. നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിലോട്ട് നമുക്കൊരു നോഡിനെ ആഡ് ചെയ്യാന്ന് വേണ്ടത്. എവിടുന്നാണ് നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റിലോട്ട് ഒരു നോഡിനെ ആഡ് ചെയ്യാം? നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റിലോട്ട് മെമ്മറി ബാങ്കിൽ, അതായത് മെമ്മറി ബാങ്കിൽ കുറേ നോഡ്സിൻ്റെ കളക്ഷൻ ഉണ്ടാവും. ഫ്രീ നോഡ്സിൻ്റെ കളക്ഷനാണ് മെമ്മറി ബാങ്ക്. അപ്പോൾ മെമ്മറി ബാങ്കിൽ നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിലെ നോഡിന് ആപ്റ്റായ സൈസുള്ള ഒരു നോഡ് ഉണ്ടെങ്കിൽ ആ നോഡിനെ മെമ്മറി ബാങ്കിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്യാന്ന് ചെയ്യാം. അപ്പോൾ ആ നോഡിനെ റിക്വസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു നോഡ് മെമ്മറി ബാങ്കിൽ ഉണ്ടെങ്കിൽ ആ നോഡ് റിട്ടേൺ ചെയ്യും. ആ നോഡ് നമ്മൾ ഇനി എന്ത് ചെയ്യും? ലിങ്ക്ഡ് ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യും. ഇനി അതല്ല മെമ്മറി ബാങ്ക് എംപ്റ്റി ആണെങ്കിൽ, എന്ത് മെസ്സേജ് പ്രിന്റ് ചെയ്യും? മെമ്മറി ഈസ് ഇൻസഫിഷ്യൻറ്റ്, അല്ലേ? ഇൻസഫിഷ്യൻറ്റ് ഓർ മെമ്മറി അണ്ടർഫ്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്യും. മെമ്മറി ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്കൊരു നോഡിനെ ലിങ്ക്ഡ് ലിസ്റ്റിലോട്ട് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റൂല. അപ്പോൾ നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ഇൻസേർഷൻ അൽഗോരിതം പറയുന്നതിന് മുന്നേ നമ്മൾ എന്തുകൂടി ഡിസ്കസ് ചെയ്യണം? എങ്ങനെയാണ് ഒരു നോഡിനെ മെമ്മറി ബാങ്കിൽ നിന്ന് ഫെച്ച് ചെയ്യുന്നത്? അതായത് ആദ്യം നമ്മളൊരു നോഡിനെ മെമ്മറി ബാങ്കിൽ നിന്ന് ഫെച്ച് ചെയ്യാൻ വേണ്ടത്, അതിനുശേഷമാണ് അതിനെ നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ മെമ്മറി ബാങ്കിലോട്ട് ഫെച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, മെമ്മറി ബാങ്കിൽ നിന്ന് ഒരു നോഡിനെ ലിങ്ക്ഡ് ലിസ്റ്റിലോട്ട് ഫെച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അൽഗോരിതമാണ് getNode എന്ന് പറയുന്ന അൽഗോരിതം. getNode എന്ന് പറയുന്ന അൽഗോരിതം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു നോഡിനെ നമ്മൾ മെമ്മറി ബാങ്കിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്നത്. മെമ്മറി ബാങ്കിലോട്ട് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ getNode എന്ന് പറയുന്ന അൽഗോരിതമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ getNode വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? മെമ്മറി ബാങ്കിൽ നിന്ന് ഒരു നോഡിനെ എന്ത് ചെയ്യുന്നത്? ഫെച്ച് ചെയ്തിട്ട് അതിനെ നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയറാണ് getNode. Okay, node is the type of the data for which a memory has to be allocated. അതായത് നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റിൽ ഓരോ ഡാറ്റേനെയും അലോക്കേറ്റ് ചെയ്യുന്നത് നോഡിലാണ്. അപ്പോൾ ആ നോഡിനെയാണ് നമുക്ക് എവിടെ നിന്ന് കിട്ടേണ്ടത്? മെമ്മറി ബാങ്കിൽ നിന്ന് കിട്ടേണ്ടത്. ഒരു നോഡ് എന്ന് പറയുമ്പോൾ അതിന് രണ്ട് പാർട്ട് ഉണ്ടാവും. അതിന് ഡാറ്റ പാർട്ടും ഉണ്ടാവും, ലിങ്ക് പാർട്ടും ഉണ്ടാവും, സിംഗിൾ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ കേസിൽ. അങ്ങനെ ഒരു നോഡിനെയാണ് നമുക്ക് മെമ്മറി ബാങ്കിൽ നിന്ന് ഫെച്ച് ചെയ്യേണ്ടത്. ഓക്കെ, ഔട്ട്പുട്ട് എന്താ വരിക? റിട്ടേൺസ് എ മെസ്സേജ് ഇഫ് ദി അലോക്കേഷൻ ഫെയിൽസ്. ഇപ്പോൾ അലോക്കേഷൻ ഫെയിൽ ആയെങ്കിൽ, അതായത് മെമ്മറി ബാങ്കിൽ നോഡ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്യും. ഞാൻ പറഞ്ഞു മെമ്മറി അണ്ടർഫ്ലോ എന്ന് പറയുന്ന മെസ്സേജ് പ്രിന്റ് ചെയ്യും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? എൽസ് ദി പോയിന്റർ ടു ദി മെമ്മറി ബ്ലോക്ക് അലോക്കേറ്റഡ്, അല്ലെങ്കിൽ ആ നോഡിൻ്റെ അഡ്രസ്സ് എങ്ങോട്ടേക്ക് പാസ് ചെയ്യും? നമ്മുടെ അത് കോൾ ചെയ്യുന്ന സ്ഥലത്തോട്ട് അതിൻ്റെ അഡ്രസ്സ് പാസ് ചെയ്യുക. അതായത് ഒരു നോഡിനെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ്, ലിങ്ക്ഡ് ലിസ്റ്റിലോട്ട് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് നമ്മൾ getNode എന്ന് പറയുന്ന പ്രൊസീജിയറിനെ കോൾ ചെയ്യുക. അപ്പോൾ ആ സ്ഥലത്തേക്ക് എവിടെ നിന്നാണോ ഈ പ്രൊസീജിയറിനെ കോൾ ചെയ്യുന്നത് അവിടത്തേക്ക് ആ നോഡ് ഉണ്ടെങ്കിൽ ആ നോഡിൻ്റെ അഡ്രസ്സ് റിട്ടേൺ ചെയ്യുക. അത് നമുക്ക് നോക്കാം. ഇപ്പം നമുക്ക് getNode എന്ന് പറയുന്ന പ്രൊസീജിയർ നോക്കാം. അപ്പോൾ ഇൻസേർഷൻ അൽഗോരിതം പറയുന്നതിന് മുന്നേ നമ്മൾ ആദ്യം getNode എന്ന് പറയുന്ന പ്രൊസീജിയറാണ് നോക്കേണ്ടത്. ഇഫ് അവൈൽ ഈസ് ഈക്വൽ ടു നൾ. എന്താ അവൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ, അല്ലേ? ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ നമ്മൾ പറയുമ്പോൾ അവൈൽ എന്നാണെന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്തതാണ്. എന്താ അവൈൽ എന്ന് പറഞ്ഞാൽ? അവൈൽ എന്താ സാധനം?
അവൈൽ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ മെമ്മറി ബാങ്കിൽ എന്തുണ്ടാവും, മെമ്മറി ബാങ്കിൽ ഫ്രീ നോട്ട്സിൻ്റെ കളക്ഷനാണ് ഉണ്ടാവും അല്ലേ മെമ്മറി ബാങ്കിൽ. എങ്ങനെയാണ് ഫ്രീ നോട്ട്സ് നമ്മൾ എഴുതുക? മെമ്മറി ബാങ്കിൻ്റെ അകത്ത് ഫ്രീ നോട്ട്സിൻ്റെ കളക്ഷനാണ് ഉണ്ടാവും. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. മെമ്മറി ബാങ്കിൻ്റെ അകത്ത് ഫ്രീ നോട്ട്സിൻ്റെ കളക്ഷനാണ് ഉണ്ടാവുക. അപ്പോൾ ഫ്രീ നോഡിൻ്റെ കളക്ഷനിൽ എന്തുണ്ടാവും, കുറേ ഫ്രീ നോട്ട്സ് ഉണ്ടാവും അല്ലേ, ഇതുപോലെ കുറേ ഫ്രീ നോട്ട്സ് ഉണ്ടാവും. ഈ ഫ്രീ നോട്ട്സിൻ്റെ അകത്ത് എന്തുണ്ടാവും, അതിലാദ്യത്തെ ഒരു നോഡിൻ്റെ അഡ്രസ്സാണ് എവിടെ ഉണ്ടാവുക, അവൈലിൽ ഉണ്ടാവുക അല്ലേ. ഇതാണ് അവൈൽ. അവൈലിൻ്റെ അകത്ത് എന്താ ഉണ്ടാവുക, നമ്മുടെ മെമ്മറി ബാങ്കിലെ ഫ്രീ നോട്ട്സിൻ്റെ കളക്ഷനിലെ ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സാണ് എവിടെ ഉണ്ടാവുക, നമ്മുടെ അവൈലിൽ ഉണ്ടാവുക, അവൈൽ. അപ്പോൾ ഇതൊക്കെ ഫ്രീ നോട്ട്സ്. എങ്ങനെയാണ് നമ്മളൊരു ഫ്രീ നോഡിനെ ഐഡൻറ്റിഫൈ ചെയ്യുക? ലിങ്ക്ഡ് ലിസ്റ്റിലെ നോട്ട്സിൻ്റെ ഡാറ്റ പാർട്ട് നള്ളാണെങ്കിൽ നമുക്ക് ഇതിന് അഡ്രസ്സ് കൊടുക്കുക, ഈ നോഡിന് ഓരോന്നിനും അഡ്രസ്സ് കൊടുക്കുക. 200, 201, 202 എന്ന് പറഞ്ഞാൽ നമുക്ക് അഡ്രസ്സ് കൊടുക്കാം. എന്താ ഇവിടെ എങ്ങനെയാണ് ഫ്രീ മെമ്മറി അല്ല ഫ്രീ നോഡാന്ന് നമ്മൾ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുക? ഈ നോട്ട്സിലെല്ലാം എന്തുണ്ട്, ഡാറ്റ പാർട്ടും ഉണ്ട്, ലിങ്ക് പാർട്ടും ഉണ്ടല്ലേ. ഒരു നോഡെന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു നോഡെന്ന് പറയുമ്പോൾ അതിനെന്തുണ്ടാവും, അതിന് ഒരു ഡാറ്റ പാർട്ടും ഉണ്ടാവും, മറ്റേതെന്ത് പാർട്ടാണ്, ഡാറ്റ പാർട്ടും ഉണ്ടാവും, ലിങ്ക് പാർട്ടും ഉണ്ടാവും. ലിങ്ക് പാർട്ട് ഏതിനെയാണ് പോയിന്റ് ചെയ്യുക, ലിങ്ക് പാർട്ട് പോയിന്റ് ചെയ്യുന്നത് അതിന് ശേഷം വരുന്ന നോഡിൻ്റെ അഡ്രസ്സിനെയാണ് ലിങ്ക് പാർട്ട് പോയിന്റ് ചെയ്യുന്നത്. ഡാറ്റ പാർട്ടിൽ എന്താ ഉണ്ടാവുക, ആ നോഡിൻ്റെ ഡാറ്റയാണ് ഡാറ്റ പാർട്ടിൽ ഉണ്ടാവുക അല്ലേ. ഈ നോഡിനെ ഞാനിപ്പം എന്താ പറയണ്ടേ, എന്ന് പറഞ്ഞിട്ടാണ് ഈ നോഡിനെ ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ, ഈ നോഡിനെ ഞാൻ എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിലെ ഡാറ്റേനെ ഞാൻ എങ്ങനെയാണ് ആക്സസ് ചെയ്യുക, ഞാനത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അല്ലെ ഡാറ്റേനെ ഞാൻ എങ്ങനെ ആക്സസ് ചെയ്യും, ഡാറ്റേനെ ആക്സസ് ചെയ്യാൻ എന്താ യൂസ് ചെയ്യുക, എ ആരോ ഡാറ്റ. ഡാറ്റേനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് എ ആരോ ഡാറ്റ എന്നും അതിൻ്റെ ലിങ്കിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ നമ്മൾ യൂസ് ചെയ്യുക, എ ആരോ ലിങ്ക് എന്നും പറഞ്ഞിട്ടാണ് യൂസ് ചെയ്യുക. ലിങ്ക് എ ആണ് ഈ നോഡിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ഡാറ്റേനെ നമ്മൾ ആക്സസ് ചെയ്യുക എ ആരോ ഡാറ്റ എന്നും ലിങ്കിനെ ആക്സസ് ചെയ്യുക എ ആരോ ലിങ്ക് എന്നും പറഞ്ഞിട്ടാണ്. എ ആരോ ലിങ്ക് എന്ന് പറഞ്ഞാൽ ഈ ലിങ്ക് ഫീൽഡിൽ എന്നാണ് ഉള്ളത് അത്. എ ആരോ ഡാറ്റ എന്ന് പറഞ്ഞാൽ ഡാറ്റ ഫീൽഡിൽ എന്നാണ് ഉള്ളത് അതാണ് റിട്ടേൺ ചെയ്യുക അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, ഡാറ്റ ഫീൽഡിൽ എന്നാണ് ഉള്ളത് അതാണ് റിട്ടേൺ ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ മെമ്മറി ബാങ്ക്. ആ മെമ്മറി ബാങ്ക് ഗെറ്റ് നോഡ് എന്ന് പറയുന്ന പ്രൊസീജിയറിന് കോൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, മെമ്മറി ബാങ്കിൽ നോഡുണ്ടോ എന്ന് നോക്കണ്ടേ. നമുക്ക് ആപ്റ്റായ സൈസിലുള്ള നോഡ് മെമ്മറി ബാങ്കിലുണ്ടോ, ഉണ്ടെങ്കിൽ ആ നോഡിൻ്റെ അഡ്രസ്സ് റിട്ടേൺ ചെയ്യാം. അപ്പോൾ ഇവിടെ എവൈലിൽ എന്താ ഉണ്ടാവും, ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ്, എവൈലിൻ്റെ വാല്യൂ 200 ആയിരിക്കും. ഇവിടുത്തെ ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് എന്താ, 200 ആണ്. ഇനി അതല്ല, നമ്മുടെ മെമ്മറി ബാങ്കിൽ നോട്ട്സ് ഒന്നുമില്ല, മെമ്മറി ബാങ്കിൽ നോട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ എവൈലിൽ എന്താ ഉണ്ടാവുക, എവൈൽ ഈസ് ഈക്വൽ ടു നള്ളാന്ന് വരിക. എവൈൽ നള്ളായിരിക്കും. അതായത് മെമ്മറി ബാങ്കിൽ നോട്ട്സ് ഒന്നും ഇല്ലാത്ത ഒരു എംപ്റ്റി മെമ്മറി ബാങ്ക് ആണെങ്കിൽ അതിൻ്റെ എവൈലിൻ്റെ വാല്യൂ എന്താ വരിക, നള്ളാന്ന് വരിക. എവൈൽ ഈസ് ഈക്വൽ ടു നള്ള്. അപ്പോൾ അതാണ് നമ്മളിനി ഗെറ്റ് നോഡ് എന്ന് പറയുന്ന പ്രൊസീജിയർ വെച്ചിട്ട് നോക്കാൻ വേണ്ടി പോകുന്നു. ഓക്കെ, അതിലെന്താ പറയുന്നത് വെച്ചാൽ, അതിലെന്താ ഗെറ്റ് നോഡ് എന്ന് പറയുന്ന പ്രൊസീജിയറിൽ എന്താ പറയുന്നത്, ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഇഫ് അവൈൽ ഈസ് ഈക്വൽ ടു നൾ, അവൈൽ നള്ളാണോ. എപ്പോഴാണ് അവൈൽ നള്ളാവുക, ഞാൻ പറഞ്ഞു, നമ്മുടെ മെമ്മറി ബാങ്കിൽ നോട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ അവൈൽ എന്തായിരിക്കും, അവൈൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സാണ് അവൈൽ ഉണ്ടാവും, അവൈൽ നള്ളായിരിക്കും അല്ലേ. ഫസ്റ്റ് നോഡിൽ ഫസ്റ്റ് അതായത് നമ്മുടെ മെമ്മറി ബാങ്കിൽ നോട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ അവൈലിൻ്റെ വാല്യൂ നള്ളാന്ന് വരിക. അവൈൽ ഈസ് ഈക്വൽ ടു നള്ള്. മെമ്മറി ബാങ്ക് എംപ്റ്റി ആണെങ്കിലാണ് അവൈൽ ഈസ് ഈക്വൽ ടു നള്ളെന്ന് വരിക. അപ്പോൾ അതെന്താ നമുക്ക് നോക്കാം. അന്നേരം നമ്മൾ എന്താ പ്രിൻ്റ് ചെയ്യുക, ആദ്യം നമ്മൾ നോക്കുന്നത് അവൈൽ നള്ളാന്നോന്നാണ് നോക്കുന്നത് അല്ലേ. ഒരു നോഡിനെ എനിക്ക് മെമ്മറി ബാങ്കിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം എന്താ നോക്കണ്ടേ, എൻ്റെ മെമ്മറി ബാങ്കിൽ നോഡ് ഉണ്ടോ എന്നാണ് നോക്കണ്ടേ അല്ലേ. മെമ്മറി ബാങ്കിൽ എങ്ങനെയാണ് നോഡ് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക, അവൈൽ
നള്ളാണോ? അവൈൽ നള്ളാണെങ്കിൽ അവൈൽ ഈസ് ഈക്വൽ ടു നള്ളാണെങ്കിൽ എന്താ? റിട്ടേൺ നള്ള്. നോഡില്ല, അപ്പോൾ എന്താ റിട്ടേൺ ചെയ്യാൻ? നള്ളാണ് റിട്ടേൺ ചെയ്യാൻ. നള്ള് റിട്ടേൺ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ആ നോഡിനെ ലിങ്ക്ഡ് ലിസ്റ്റിലോട്ട് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല. ഇഫ് അവൈൽ ഈസ് ഈക്വൽ ടു നൾ, റിട്ടേൺ നൾ. എന്താ മെസ്സേജ് പ്രിന്റ് ചെയ്യുക? പ്രിന്റ് ഇൻസഫിഷ്യൻറ്റ് മെമ്മറി. ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്യും. എന്താണ് ആ മെസ്സേജ്? ഇൻസഫിഷ്യൻറ്റ് മെമ്മറി എന്ന് പറയുന്ന മെസ്സേജാണ് പ്രിന്റ് ചെയ്യുക. ഇൻസഫിഷ്യൻറ്റ് മെമ്മറി, അൺഏബിൾ ടു അലോക്കേറ്റ് മെമ്മറി. ഓക്കെ, പ്രിന്റ് ഇൻസഫിഷ്യൻറ്റ് മെമ്മറി. പ്രിന്റ് ഇൻസഫിഷ്യൻറ്റ് മെമ്മറി, അൺഏബിൾ ടു അലോക്കേറ്റ് മെമ്മറി എന്ന് പറയുന്ന ഒരു എറർ മെസ്സേജ് പ്രിന്റ് ചെയ്യും. ഇനി അതല്ല, നമ്മൾ അവൈൽ നള്ളല്ല. ഇപ്പം ഈ എക്സാമ്പിളിൽ തന്നെ അവൈലിൻ്റെ വാല്യൂ എന്താ? ഈ കേസിൽ അവൈലിൻ്റെ വാല്യൂ എന്താ? ഞാൻ പറഞ്ഞു, അവൈലിൻ്റെ വാല്യൂ എന്താ വരുന്നത്? അവൈൽ ഈസ് ഈക്വൽ ടു 200. ഇവിടുത്തെ ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് എത്രയാ? 200 ആണ്. അപ്പോൾ ഇവിടെ അവൈൽ ഈസ് ഈക്വൽ ടു 200 ആണ്. അപ്പം നമുക്ക് നോക്കാം, അല്ല അവൈൽ നള്ളല്ല, അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? PTR ഈസ് ഈക്വൽ ടു അവൈൽ. അവൈലിൻ്റെ വാല്യൂ എങ്ങോട്ടേക്ക് അസൈൻ ചെയ്യേണ്ടത്? PTRലോട്ട് അസൈൻ ചെയ്യുക. PTR ഈസ് ഈക്വൽ ടു അവൈൽ. PTR ഈസ് ഈക്വൽ ടു അവൈൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവൈലിൻ്റെ വാല്യൂ എത്രയാ? അവൈലിൻ്റെ വാല്യൂ 200 ആണ്. അപ്പോൾ PTRൻ്റെ വാല്യൂ എന്താ? 200 ആണ് വരിക. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ PTR എന്ന് പറയുന്ന നോഡ്, ഇതാണ് ഇപ്പോഴത്തെ PTR എന്ന് പറയുന്ന നോഡ്, നമ്മളെ ഫസ്റ്റ് നോഡ്. അപ്പോൾ ഈ നോഡിൻ്റെ സൈസും നമുക്ക് വേണ്ടുന്ന നോഡിൻ്റെ സൈസും ഈക്വൽ ആണോ നോക്കാം. ഈക്വൽ ആണെങ്കിൽ ഈ നോഡിനെ മെമ്മറി ബാങ്കിൽ നിന്ന് ഫെച്ച് ചെയ്യും. ഇനി അതല്ല, ഈ നോഡിൻ്റെ സൈസും നമുക്ക് വേണ്ടുന്ന നോഡിൻ്റെ സൈസും ഈക്വൽ അല്ലെങ്കിൽ ഇനി ഏതിനെയാ പോയിന്റ് ചെയ്യാം? അടുത്ത നോഡിനെ ആയിരിക്കും പോയിന്റ് ചെയ്യുക. ഓക്കെ, മനസ്സിലായോ? അതായത് ഇപ്പം നമ്മുടെ മെമ്മറി ബാങ്കിലെ ഫസ്റ്റ് നോഡ് 200 എന്ന് പറയുന്ന ലൊക്കേഷനിലുള്ള നോഡാണ്. അപ്പോൾ ഈ നോഡിനെയാണ് നമ്മൾ PTR എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത നമ്മളെ ഇതിലുള്ള അൽഗോരിതത്തിലുള്ള സ്റ്റെപ്പ് എന്ന വൈൽ സൈസ് ഓഫ് PTR നോട്ട് ഈസ് ഈക്വൽ ടു സൈസ് ഓഫ് നോഡ് ആൻഡ് PTR ആരോ ലിങ്ക് നോട്ട് ഈസ് ഈക്വൽ ടു നൾ. PTR ആരോ ലിങ്ക് എന്ന് പറഞ്ഞാൽ എന്നാ? എപ്പോഴാണ് ഇതാണിപ്പം PTR. ഇപ്പം PTRൻ്റെ ലിങ്ക് നള്ളാണോ? അല്ല. എപ്പോഴാണ് PTRൻ്റെ ലിങ്ക് നള്ളാവുക? ലാസ്റ്റ് നോഡിൻ്റെ കേസിൽ ഇതാണ് PTR എങ്കിൽ എന്ത് സംഭവിക്കും? ഇത് ആരോ PTR ആരോ ലിങ്ക് എന്ന് പറയുന്നത് എന്താ? ഈ PTRൻ്റെ ലിങ്ക് ഫീൽഡ് എന്നാ വരിക? നള്ളാ വരിക. അതായത് നമ്മൾ ഈ സ്റ്റെപ്സ് എത്ര വരെയാ റിപ്പീറ്റ് ചെയ്യേണ്ടത്? ഒന്നിക്കിൽ PTR ആരോ ലിങ്ക് നള്ളാകുന്നത് വരെ. PTR ആരോ ലിങ്ക് നള്ളാകുന്നത് വരെ. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്? നമ്മളെ നോഡിൻ്റെ സൈസും PTRൻ്റെ സൈസും എന്താവണം? ഈക്വൽ ആണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് ആ നോഡിനെ മെമ്മറി ബാങ്കിൽ നിന്ന് ഫെച്ച് ചെയ്തിട്ട് നമുക്ക് എങ്ങോട്ടേക്ക് ആഡ് ചെയ്യാം? നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ അതാ പറയുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? നമ്മൾ ഇതിൻ്റെ സൈസ്, ഈ നോഡിൻ്റെ സൈസും ഈ PTRൻ്റെ സൈസും നമ്മളെ നോഡിൻ്റെ സൈസും ഈക്വൽ അല്ല. എന്നാൽ ഇനി അടുത്ത PTR എന്ന് പറയുന്ന അടുത്ത നോഡാണ് വരേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി നമ്മളിവിടെ യൂസ് ചെയ്യുന്ന സ്റ്റെപ്പാണ് PTR ഈസ് ഈക്വൽ ടു PTR ആരോ ലിങ്ക്. ഇനിയത്തെ PTR എന്ന് പറയുന്നത് PTRൻ്റെ ലിങ്ക് പാർട്ടിൽ എന്താണ് ഉള്ളത്? അതായത് ഇനി PTR ഏതിനെയാണ് പോയിന്റ് ചെയ്യേണ്ടത്? 201നെയാണ് പോയിന്റ് ചെയ്യേണ്ടത്. അപ്പോൾ PTR എന്താവും? PTR ആരോ ലിങ്ക് ആവും. അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇത് PTR ആവുമ്പോൾ അതിന് തൊട്ട് മുന്നത്തെ നോഡിന് നമ്മൾ PTR1 എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. അതായത് PTR1 ഈസ് ഈക്വൽ ടു PTR. ഓക്കെ, ആദ്യം നമ്മൾ PTR1 ഈസ് ഈക്വൽ ടു PTR എന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ള PTR1 ആയിട്ട് സെറ്റ് ചെയ്യും. ഇപ്പോൾ ഉള്ള PTR1 ആയിട്ട് സെറ്റ് ചെയ്യും. അതേപോലെ ഇനിയത്തെ PTR എന്നാൽ ഇനി PTR ഏതിനെയാണ് പോയിന്റ് ചെയ്യുക? അടുത്ത നോഡിനെയാണ് പോയിന്റ് ചെയ്യേണ്ടത്. ഏതാ അത് കൊടുക്കുക? PTR ആരോ ലിങ്ക്. അതായത് ഇനിയത്തെ PTR എന്ന് പറയുന്നത് 201 എന്ന് പറയുന്ന ലൊക്കേഷനിലുള്ള നോഡാണ്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അടുത്ത നോഡ് എന്ന് പറഞ്ഞിട്ട് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കും. അത്ര വരെ നമ്മുടെ നോഡിൻ്റെ സൈസിന് ഈക്വലൻ്റ് ആയ ഒരു നോഡ് കിട്ടുന്നത് വരെ നമ്മൾ ഇതേ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി അതല്ല, PTR ആരോ ലിങ്ക് നള്ളായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇത് സ്റ്റോപ്പ് ചെയ്യും. ട്രാവേഴ്സിങ് സ്റ്റോപ്പ് ചെയ്യും. അതായത് എന്നിട്ട് എന്ത് പറയും? നമുക്ക് വേണ്ടുന്ന സൈസിലുള്ള നോഡ് ഇല്ല എന്ന് പറയും. അതായത് ഈ നോഡ് കിട്ടുന്നത് വരെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ഈ വൈൽ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. സൈസ് ഓഫ് PTR നോട്ട് ഈസ് ഈക്വൽ ടു സൈസ് ഓഫ് നോഡ് ആൻഡ് PTR ആരോ ലിങ്ക് നോട്ട് ഈസ് ഈക്വൽ ടു നൾ. PTR ആരോ ലിങ്ക് നോട്ട് ഈസ് ഈക്വൽ ടു നൾ.
അങ്ങനെയാണെങ്കിൽ പി ടി ആർ ഈസ് ഈക്വൽ ടു PT1 ഈസ് ഈക്വൽ ടു PTR ഈസ് ഈക്വൽ ടു PTR ആരോ ലിങ്ക് എന്ന് വരും. ഇനി എന്ത് ചെയ്യും? നമുക്ക് നോഡ് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലിങ്ക്ഡ് എന്താ പറയുക മെമ്മറി ബാങ്കിലെ ലാസ്റ്റ് നോഡ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യും. എന്നിട്ട് എന്നാ നോക്കുന്നത് നമ്മൾ ഇഫ് സൈസ് ഓഫ് PTR ഈസ് ഈക്വൽ ടു സൈസ് ഓഫ് നോഡ്, നമ്മുടെ നോഡിൻ്റെ സൈസും PTRൻ്റെ സൈസും ഈക്വൽ ആണോ എന്ന് നോക്കും. ഈക്വൽ ആണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ആ നോഡാണ് നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടത്. അതായത് ഇതിപ്പം നമുക്ക് ഈ നോഡ് ഇതാണ് നമ്മളെ PTR, ഇതിൻ്റെ സൈസും ഈ PTRൻ്റെ സൈസും അതേപോലെ തന്നെ നമ്മളെ നോഡിൻ്റെ സൈസും ഈക്വൽ ആണെങ്കിൽ ഈ നോഡിനെ നമ്മൾ റിട്ടേൺ ചെയ്യും. ഈ നോഡ് റിട്ടേൺ ചെയ്തിട്ട് ഈ നോഡിനെയാണ് നമ്മൾ റിട്ടേൺ PTR എന്ന് പറഞ്ഞ് കൊടുക്കും. ഈ നോഡിനെയാണ് നമുക്ക് ലിങ്ക്ഡ് ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ നോഡിനെ ഇവിടുന്ന് റിമൂവ് ചെയ്യുമ്പോൾ ഈ PTR1ൻ്റെ കണക്ഷൻ ക്ലോസ് ചെയ്യും. PTR1ൻ്റെ കണക്ഷൻ ഇവിടുന്ന് ക്ലോസ് ചെയ്യും, PTRൻ്റെ കണക്ഷൻ ഇവിടുന്ന് ക്ലോസ് ചെയ്യും അല്ലേ. ഇനി PTR ഇതുമായിട്ട് കണക്ട് ചെയ്യേണ്ട, PTRൻ്റെ ലിങ്ക് ഇതുമായിട്ട് കണക്ട് ചെയ്യേണ്ട, ഈ നോഡിന് ഇവിടുന്ന് നമ്മൾ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി എന്താവും? നമ്മൾ PTR1 ഏതിനെയാണ് പോയിന്റ് ചെയ്യുക? നമ്മളെ PTRന് ശേഷമുള്ള നോഡിന്. അതായത് ഇനി PTR1ൻ്റെ ലിങ്ക് ഫീൽഡിൽ എന്താ 201 അല്ല 202 ആണെന്നുണ്ടാവും. അതായത് ഈ നോഡിനെ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്തു. അപ്പോൾ PTR1 ഇനി എന്താവും? ഇപ്പോൾ PTRൻ്റെ ലിങ്ക് ഫീൽഡിലുള്ളത് ഈ 202 ആണ്. അപ്പോൾ നമ്മളിനി PTR1ൻ്റെ ലിങ്ക് ഫീൽഡ് എന്തായിട്ട് സെറ്റ് ചെയ്യും? PTR1 ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ PTR1 ആരോ ലിങ്ക്, PTR1ൻ്റെ ലിങ്ക് എന്തായിട്ട് സെറ്റ് ചെയ്യും? മുന്നത്തെ PTRൻ്റെ ലിങ്കായിട്ട് സെറ്റ് ചെയ്യും. PTR ആരോ ലിങ്ക്, PTR1ൻ്റെ ലിങ്ക് PTRൻ്റെ ലിങ്കായിട്ട് സെറ്റ് ചെയ്യാം. PTR1ൻ്റെ ലിങ്ക് എന്ന് പറയുന്നത് മുന്നേ PTRൻ്റെ ലിങ്ക് എന്നാണോ? PTRൻ്റെ ലിങ്കിൽ ഈ നോഡിൻ്റെ 202 ഉള്ളത്. ഇനിയിപ്പോൾ ഇത് ഇവിടുന്ന് റിമൂവ് ചെയ്താൽ ഇത് കഴിഞ്ഞിട്ട് ഈ നോഡാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ പിന്നെന്താ ഗെറ്റ് നോഡിൻ്റെ പ്രൊസീജിയർ. അപ്പോൾ PTR1 ആരോ ലിങ്ക് ഈസ് ഈക്വൽ ടു PTR ആരോ ലിങ്ക്, പിന്നെ റിട്ടേൺ PTR. ഇനി അതല്ല നമ്മൾ സൈസ് ഓഫ് PTR നോട്ട് ഈസ് ഈക്വൽ ടു സൈസ് ഓഫ് നോഡ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ദി മെമ്മറി ബ്ലോക്ക് ഈസ് ടു ലാർജ് ടു ഫിറ്റ്. അതായത് നമുക്ക് വേണ്ടുന്ന സൈസിലുള്ള നോഡ് എവിടെ ഇല്ല? മെമ്മറി ബാങ്കിലില്ല. ആദ്യത്തെ എറർ കണ്ടീഷൻ എന്ന് പറഞ്ഞത് നോഡേ ഇല്ലാത്ത കേസ്. വൈൽ ഈസ് ഈക്വൽ ടു നൾ എന്ന് പറയുമ്പോഴേ നോഡേ ഇല്ലാത്ത കേസാണ്. ഇനി പിന്നെ നമ്മൾ ഓരോ നോഡും ട്രാവേഴ്സ് ചെയ്ത് നമുക്ക് വേണ്ടുന്ന സൈസിലുള്ള നോഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യാം, വൈൽ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴാണ് എക്സിറ്റ് ചെയ്യുക? ഈ പിന്നെ മെമ്മറി ബാങ്കിലെ ലാസ്റ്റ് നോഡ് ആവുന്നത് വരെ ട്രാവേഴ്സ് ചെയ്തിട്ട് നമുക്ക് എക്സിറ്റ് ചെയ്യാം. എന്നിട്ട് പിന്നെ നമ്മൾ എന്ത് കണ്ടീഷനാണ് നോക്കുന്നത്? സൈസ് ഓഫ് PTRും സൈസ് ഓഫ് നോഡും ഈക്വൽ ആണോ? ഈക്വൽ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? PTR1ൻ്റെ ലിങ്ക് ഫീൽഡിലോട്ട് PTRൻ്റെ ലിങ്ക് സെറ്റ് ചെയ്യും, എന്നിട്ട് റിട്ടേൺ PTR കൊടുക്കും. ഇനി അതല്ലാത്ത കേസിൽ എന്ത് ചെയ്യും? പ്രിൻ്റ് മെമ്മറി ബ്ലോക്ക് ഈസ് ടു ലാർജ് ടു ഫിറ്റ്. അതായത് നമ്മളെ അവിടെയുള്ള മെമ്മറി ബാങ്കിലുള്ള മെമ്മറി ലാർജാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂല? അത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റൂല. അങ്ങനത്തെ കേസിലും നള്ളാണ് റിട്ടേൺ ചെയ്യുക. അങ്ങനത്തെ കേസിലും നമുക്ക് നോഡിനെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല. അപ്പോൾ ഇതാണ് ഗെറ്റ് നോഡ് എന്ന് പറയുന്ന പ്രൊസീജിയർ. മെമ്മറി ബാങ്കിൽ നിന്ന് ഒരു നോഡിനെ നമ്മൾ റിട്ടേൺ ചെയ്യുക. എന്നിട്ട് ആ നോഡിനെ നമ്മൾ എന്ത് ചെയ്യും? എങ്ങോട്ടേക്ക് ആഡ് ചെയ്യുക? ആ നോഡിനെ നമ്മൾ നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യും. ഈ നോഡിനെയാണ് നമുക്ക് നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് ഇനി ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ കുറേ അൽഗോരിതംസ് പറയുന്നുണ്ട്. ഏതൊക്കെ അൽഗോരിതംസാണ് പറയുന്നത്? നമ്മൾ ഇൻസേർട്ടിങ് അറ്റ് ഫ്രണ്ട് അല്ലേ, ഇൻസേർട്ടിങ് എ നോഡ് അറ്റ് ദി ഫ്രണ്ട് ഓഫ് ദി ലിങ്ക്ഡ് ലിസ്റ്റ്, ഇൻസേർട്ടിങ് എ നോഡ് അറ്റ് ദി എൻഡ് ഓഫ് എ ലിങ്ക്ഡ് ലിസ്റ്റ്, ഇൻസേർട്ടിങ് അറ്റ് എനി പൊസിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറേ ഇൻസേർഷൻ അൽഗോരിതംസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇൻസേർട്ടിങ് എ നോഡ് അറ്റ് ദി ഫ്രണ്ട് ഓഫ് എ സിംഗിൾ ലിങ്ക്ഡ് ലിസ്റ്റ്. സിംഗിൾ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ഫ്രണ്ടിൽ നമുക്കൊരു നോഡിനെ ഇൻസേർട്ട് ചെയ്യണം. നമുക്കൊരു നോഡിനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് നമ്മൾ സിംഗിൾ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ഫ്രണ്ടിൽ ഒരു നോഡിനെ ഇൻസേർട്ട് ചെയ്യാമെന്നാണ് നോക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മളെ പ്രൊസീജിയർ, ഇൻസേർട്ടിങ് എ നോഡ് അറ്റ് ദി ഫ്രണ്ട് ഓഫ് എ സിംഗിൾ ലിങ്ക്ഡ് ലിസ്റ്റ്. അപ്പോൾ അതിൽ നമ്മൾ എന്താ ചെയ്യുന്നത്?
അതിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഏതൊരു നോഡിന് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇത് അതിൻ്റെ പിക്ചേഴ്സ് ഇങ്ങനെയാണ് വരിക. എങ്ങനെയാണ് നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ കേസിൽ എന്തുണ്ടാവും? മെമ്മറി ബാങ്കിലാണ് ഫസ്റ്റ് അവൈൽ പറഞ്ഞത്. ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ കേസിൽ എന്താ വരിക? ഇതേപോലത്തെ നോഡ്സ് ഉണ്ടാവും അല്ലേ. ഫസ്റ്റ് നോഡ് എന്ന് പറയുന്നത് ഹെഡർ നോഡാണ്. അതിൻ്റെ ഡാറ്റ ഫീൽഡ് എന്താ വരുന്നത്? നള്ളാന്ന് വരുന്നത് അല്ലേ. പിന്നെ ബാക്കിയുള്ള നോഡ്സ് ഇങ്ങനെ ഉണ്ടാവും. ലാസ്റ്റ് നോഡിൻ്റെ ലിങ്ക് ഫീൽഡ് നള്ളാന്ന് വരിക അല്ലേ. അപ്പം ഇങ്ങനെയാണ് ഇപ്പം നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റ് ഉള്ളത്. ഇതിൽ ഒന്നാമത്തെ നോഡിൻ്റെ ഡാറ്റ ഫീൽഡ് എയും രണ്ടാമത്തെ നോഡിൻ്റെ ഡാറ്റ ഫീൽഡ് ബിയും ആണ്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റ്. അപ്പോൾ ഈ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് നമുക്കൊരു നോഡിനെ ഇൻസേർട്ട് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ നോഡിനെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതെന്നാൽ, ഇങ്ങനെ ഒരു നോഡിനെ കിട്ടണം, ഫ്രണ്ടിൽ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു നോഡിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ പ്രൊസീജിയർ എടുത്ത് നോക്കാം. നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ, നമ്മൾ ഗെറ്റ് നോഡ് എന്ന് പറയുന്ന പ്രൊസീജിയറിനെ കോൾ ചെയ്യും. അതായത് നമ്മളെ ലിങ്ക്ഡ് ലിസ്റ്റിലെ നോഡിൻ്റെ സൈസ് എത്രയാണോ ആ സൈസുള്ള ഒരു നോഡാണ് റിട്ടേൺ ചെയ്യാം അല്ലേ. ഗെറ്റ് നോഡ് എന്ന് പറയുന്ന പ്രൊസീജിയറിനെ കോൾ ചെയ്യുന്ന ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത്. ഗെറ്റ് നോഡ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫംഗ്ഷനെയാണ് കോൾ ചെയ്യുന്നത്. ഗെറ്റ് നോഡ് ഓഫ് നോഡ്. ഈ സൈസിലുള്ള, ഈ നോഡിൻ്റെ സൈസിലുള്ള ഒരു നോഡാണ് റിട്ടേൺ ചെയ്യേണ്ടത്. അപ്പോൾ ഗെറ്റ് നോഡിന് റിട്ടേൺ ചെയ്യുമ്പോൾ എന്താ ഗെറ്റ് നോഡ് റിട്ടേൺ ചെയ്യുക? നമ്മുടെ മെമ്മറി ബാങ്കിൽ ഒരു നോഡ് ഉണ്ടെങ്കിൽ, ഇതേ സൈസിലുള്ള നോഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ അഡ്രസ്സാണ് റിട്ടേൺ ചെയ്യുക. അഡ്രസ്സ് നമ്മൾ എവിടെ സ്റ്റോർ ചെയ്യും? ന്യൂലാണ് സ്റ്റോർ ചെയ്യുക. ഇനി അഥവാ മെമ്മറി ബാങ്കിൽ ഇനി നോഡ് ഇല്ലെങ്കിൽ അതെന്ത് റിട്ടേൺ ചെയ്യും? നള്ളാണ് റിട്ടേൺ ചെയ്യാം. നള്ള് റിട്ടേൺ ചെയ്യും. ന്യൂ ഈസ് ഈക്വൽ ടു നള്ളെന്ന് പറഞ്ഞിട്ട് വരും. അല്ല പിന്നെ നോഡ് ഉണ്ടെങ്കിൽ എന്ത് റിട്ടേൺ ചെയ്യും? അതിൻ്റെ അഡ്രസ്സാണ് റിട്ടേൺ ചെയ്യുക. ന്യൂ ഈസ് ഈക്വൽ ടു നോഡിൻ്റെ അഡ്രസ്സ് വരും. ഇനി നമ്മൾ ആദ്യം നോക്കുന്നത് നമ്മളെ ന്യൂ നള്ളാണോ നോക്കും. അതായത് മെമ്മറി ബാങ്കിൽ നോഡ് ഇല്ലേ, നോഡ് ഇല്ലേ എന്നാണ് നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത്. നോഡ് ഇല്ലെങ്കിൽ എന്ത് പ്രിൻറ്റ് ചെയ്യും? നമ്മൾ മെമ്മറി അണ്ടർ ഫ്ലോ നോ ഇൻസേർഷൻ പോസിബിൾ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യും. അതായത് ന്യൂ നള്ളാണെങ്കിൽ എപ്പോഴാണ് ന്യൂ നള്ളാവുക? ന്യൂ എപ്പോഴാണ് നള്ളാവുക? അതായത് നമ്മുടെ മെമ്മറി ബാങ്കിൽ ഒരു നോഡ് ഇല്ലെങ്കിലാണ് ന്യൂ നള്ളാവുക. ആ ന്യൂ നള്ളാണെങ്കിൽ പ്രിൻറ്റ് മെമ്മറി അണ്ടർ ഫ്ലോ നോ ഇൻസേർഷൻ പോസിബിൾ എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. എക്സിറ്റ്, അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യും. പിന്നെ നമ്മൾ അൽഗോരിതം നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റൂല. അല്ലാത്ത കേസിൽ എൽസ് കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ, നമ്മൾ ഈ പുതിയ നോഡില്ലേ, നമുക്ക് ഗെറ്റ് നോഡ് പ്രൊസീജിയർ കോൾ ചെയ്ത് തരാൻ കിട്ടിയ നോഡാണ് ഇത്. ഈ നോഡ് ഇതിൻ്റെ അഡ്രസ്സ് എവിടെ ഉണ്ടാവും? ന്യൂലാന്നുണ്ടാവും അല്ലേ. അങ്ങനെയല്ലേ വന്നേ. നമ്മൾ എന്താ ചെയ്തത്? ന്യൂ ഈസ് ഈക്വൽ ടു ഗെറ്റ് നോഡ് എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്യുക ചെയ്തത്. ന്യൂ ഈസ് ഈക്വൽ ടു ഗെറ്റ് നോഡ് ഓഫ് നോഡ്. ന്യൂ ഈസ് ഈക്വൽ ടു ഗെറ്റ് നോഡ് ഓഫ് നോഡ് എന്ന് പറയുന്ന പ്രൊസീജിയറിനെ കോൾ ചെയ്ത് തരും. ഈ ഗെറ്റ് നോഡ് എന്ന് പറയുന്ന പ്രൊസീജിയർ എന്ത് ചെയ്യും? മെമ്മറി ഉണ്ടെങ്കിൽ, മെമ്മറി ബാങ്കിൽ നോഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ അഡ്രസ്സാണ് ഇവിടെ പ്ലേസ് ചെയ്യുക, ന്യൂവിൽ പ്ലേസ് ചെയ്യുക. ആ അഡ്രസ്സാണ് ഇവിടെയുള്ള. ന്യൂ എന്ന് പറയുന്നത് ഒരു പോയിൻ്റ് ഓഫ് വേരിയബിൾ ആണ്. നമ്മളെ പുതിയ നോഡിൻ്റെ അഡ്രസ്സാണ് ന്യൂവിലുണ്ടാവും. അപ്പോൾ ഈ ന്യൂവിൽ ഈ നോഡിൻ്റെ അഡ്രസ്സാണ് ഉള്ളത് അല്ലേ. അപ്പോൾ നമ്മളിനി എന്ത് ചെയ്യാനാണ് പോകുന്നത്? ഈ ന്യൂവിലുള്ള ഈ നോഡിൻ്റെ നമ്മൾ ഈ ലിങ്ക്ഡ് ലിസ്റ്റിലോട്ട് ഇൻസേർട്ട് ചെയ്യാനാണ് പോകുന്നത്. അതിൻ്റെ ഫ്രണ്ടിൽ ഇൻസേർട്ട് ചെയ്യാനാണ് പോകുന്നത്. അപ്പം നമ്മൾ ഈ പുതിയ നോഡിൻ്റെ ഡാറ്റ പാർട്ടും ലിങ്ക് പാർട്ടും എന്താ സെറ്റ് ചെയ്യേണ്ടതെന്നാണ് നോക്കുന്നത്. ഇനി ഇപ്പം നേരത്തെ കേസിൽ നമ്മൾ ഏന്ന് പറയുന്ന നോഡ് ഫസ്റ്റ് നോഡായിരുന്നു. അപ്പോൾ അതിൻ്റെ അഡ്രസ്സാണ് നമ്മളെ ഹെഡറിൻ്റെ ലിങ്ക് പാർട്ടിലുണ്ടായത്. ഇപ്പോഴത്തെ കേസിൽ ഇനി ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ ഏതാ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്? നമ്മളെ പുതിയ നോഡാണ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഏന്ന് പറയുന്ന നോഡ് എത്രാമത്തെ നോഡാ? രണ്ടാമത്തെ നോഡാണ് അല്ലേ. അപ്പോൾ ഏന്ന് പറയുന്ന നോഡിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് എനിക്ക് എന്ത് ചെയ്യേണ്ടത്? നമ്മളെ പുതിയ നോഡ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ പുതിയ നോഡിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ ന്യൂ എന്നാണ് പറഞ്ഞിട്ട് കൊടുക്കും. അപ്പം ഞാൻ എന്ത് ചെയ്യണം? ഈ ന്യൂ എന്ന് പറയുന്ന നോഡിൻ്റെ ഡാറ്റ പാർട്ടിൽ എന്താ കൊടുക്കണ്ടേ, അതിൻ്റെ ലിങ്ക് പാർട്ടിൽ എന്താ കൊടുക്കണ്ടേന്ന് സെറ്റ് ചെയ്യണം. അപ്പം ന്യൂവിൻ്റെ ലിങ്ക് പാർട്ടിൽ എന്താ കൊടുക്കുക? ഇതിൻ്റെ ലിങ്ക് പാർട്ടിൽ എന്താ കൊടുക്കുക? ഈ നോഡിന് ശേഷം, ഫസ്റ്റ് നോഡിന് ശേഷം വരുന്ന നോഡ് സെക്കൻഡ് നോഡാണ്. അപ്പോൾ ഫസ്റ്റ് നോഡിന് ശേഷം വരിക സെക്കൻഡ് നോഡാണ്. ആ സെക്കൻഡ് നോഡിൻ്റെ അഡ്രസ്സാണ് ന്യൂവിൻ്റെ ലിങ്ക് പാർട്ടിൽ ഉണ്ടാവേണ്ടത്. അതായത് നമ്മളിനി എന്ത് സെറ്റ് ചെയ്യും? ന്യൂ ആരോ ലിങ്ക് ഈസ് ഈക്വൽ ടു, ഈ സെക്കൻഡ് നോഡിൻ്റെ അഡ്രസ്സ് ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? ഹെഡറിൻ്റെ ലിങ്കിലുണ്ട് അല്ലേ. നേരത്തെ ഫസ്റ്റ് നോഡ് എ ആണ്. അപ്പോൾ അതിൻ്റെ അഡ്രസ്സ് ഹെഡറിൻ്റെ ലിങ്കിലില്ലേ. അപ്പോൾ ഇനി ന്യൂവിൻ്റെ ലിങ്കിൽ എന്നാ വരേണ്ടത്? ഇതിൻ്റെ അഡ്രസ്സ് അല്ലേ വരേണ്ടത്. അതിപ്പോൾ എവിടെയുണ്ട്? ഹെഡറിൻ്റെ ലിങ്കിലുണ്ട്. അപ്പോൾ ന്യൂ ആരോ ലിങ്ക് ഈസ് ഈക്വൽ ടു
ഹെഡർ ആരോ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. ന്യൂ ആരോ ലിങ്ക് ഈസ് ഈക്വൽ ടു ഹെഡർ ആരോ ലിങ്ക്. അപ്പം ന്യൂൻ്റെ ലിങ്ക് ഫീൽഡിൽ എന്ത് വന്നു? ഹെഡറിൻ്റെ ലിങ്കിലുള്ളത്, അതായത് എൻ്റെ അഡ്രസ്സ് വന്നു അല്ലേ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ന്യൂൻ്റെ ഡാറ്റ പാർട്ട് കൊടുക്കണം, പുതിയ നോഡിൻ്റെ ഡാറ്റ കൊടുക്കണം. പുതിയ നോഡിൻ്റെ ഡാറ്റ എന്താണെന്ന് വെച്ചാൽ അത് എക്സ് ആയിട്ട്, എല്ലാ അൽഗോരിതത്തിലും പുതിയ നോഡിൻ്റെ ഡാറ്റ നമ്മൾ എക്സ് ആയിട്ടാണ് കൊടുക്കുക. ന്യൂ ആരോ ഡാറ്റ ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ് കൊടുക്കും. ന്യൂ ആരോ ഡാറ്റ ഈസ് ഈക്വൽ ടു എക്സ്. ഇനി നമുക്ക് എന്ത് വേണം? ഹെഡർ നേരത്തെ ഈ നോഡിന് ഏനെയാണ് പോയിന്റ് ചെയ്തത്, പക്ഷെ ഇനി ഹെഡർ ഏനെ പോയിന്റ് ചെയ്യണ്ട. ഹെഡർ ഏതിനെയാണ് പോയിന്റ് ചെയ്യേണ്ടത്? നമ്മൾ ന്യൂനെയാണ് പോയിന്റ് ചെയ്യേണ്ടത്. ന്യൂ ആണ് നമ്മൾ ഫസ്റ്റ് നോഡ്. അപ്പോൾ ഇനി എന്ത് കൊടുക്കണം? നമ്മൾ ഹെഡറിൻ്റെ ലിങ്ക് ഫീൽഡും ചേഞ്ച് ചെയ്യണ്ടേ? ഹെഡറിൻ്റെ ലിങ്ക് ഫീൽഡിൽ നമുക്കിനി എന്താ, എൻ്റെ അഡ്രസ്സ് അല്ല എക്സിൻ്റെ അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. ഹെഡർ ആരോ ലിങ്ക്, ഹെഡർ ആരോ ലിങ്ക് ഈസ് ഈക്വൽ ടു ഹെഡറിൻ്റെ ലിങ്ക് ഫീൽഡിൽ ഇനി എന്ത് വരും? ഹെഡറിൻ്റെ ലിങ്ക് ഫീൽഡിൽ ഇനി എന്താ വരിക? ന്യൂൻ്റെ അഡ്രസ്സ് ന്യൂ ആണ്. ന്യൂ എന്ന് പറയുന്നത് ഒരു അഡ്രസ്സ് തന്നെയാണ്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ഫ്രണ്ടിൽ ഒരു പുതിയ നോഡിനെ ഇൻസേർട്ട് ചെയ്യുക. ഇങ്ങനെ വരും. ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ഫ്രണ്ടിൽ ഒരു പുതിയ നോഡിനെ ഇൻസേർട്ട് ചെയ്യുന്ന കേസ്. അപ്പോൾ അതാണ് ഈ അൽഗോരിതത്തിൽ പറയുന്നത് അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് നോക്കും? ന്യൂ ഈസ് ഈക്വൽ ടു ഗെറ്റ് നോഡ്. ഗെറ്റ് നോഡ് എന്ന് പറയുന്ന പ്രൊസീജിയറിനെ കോൾ ചെയ്തിട്ട് ഒരു നോഡ് റിട്ടേൺ ചെയ്യണം. അതായത് നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിലോട്ട് ഇൻസേർട്ട് ചെയ്യേണ്ട നോഡ് അവിടെ നിന്നാണ് കിട്ടേണ്ടത്. ഏതിൽ നിന്നാണ് കിട്ടേണ്ടത്? മെമ്മറി ബാങ്കിൽ നിന്നാണ് കിട്ടേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഗെറ്റ് നോഡ് എന്ന് പറയുന്ന പ്രൊസീജിയറിനെ കോൾ ചെയ്യും. നോഡ് ഉണ്ടെങ്കിൽ ന്യൂൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ആ നോഡിൻ്റെ അഡ്രസ്സും, ഇനി നോഡ് ഇല്ലെങ്കിൽ ന്യൂൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നള്ളും ആയിരിക്കും. അപ്പോൾ നോഡ് ഇല്ലേ എന്നാണ് നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇഫ് ന്യൂ ഈസ് ഈക്വൽ ടു നൾ, ന്യൂ നള്ളാണെങ്കിൽ എന്ത് സെറ്റ് ചെയ്യും നമ്മൾ? ന്യൂ നള്ളാണെങ്കിൽ എന്താ? നോഡില്ല, മെമ്മറി ബാങ്കിൽ നോഡില്ല എന്നാണ് പ്രിൻ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രിൻ്റ് മെമ്മറി അണ്ടർ ഫ്ലോ നോ ഇൻസേർഷൻ. ഇഫ് ന്യൂ ഈസ് ഈക്വൽ ടു നള്ള് പ്രിൻ്റ് മെമ്മറി അണ്ടർ ഫ്ലോ നോ ഇൻസേർഷൻ. നോ ഇൻസേർഷൻ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റൂല അല്ലേ. ഇനി അല്ല, എൽസ് കേസ്, ന്യൂൻ്റെ വാല്യൂ നള്ളല്ല. ന്യൂൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താ? നമുക്കൊരു പുതിയ നോഡിന് ഇൻസേർട്ട് ചെയ്യാൻ നോഡിൻ്റെ അഡ്രസ്സാണ് ന്യൂവിലുള്ളതെങ്കിൽ ഞാൻ ആദ്യം എന്ത് ചെയ്യണം? ആ ന്യൂന പുതിയ നോഡിൻ്റെ ലിങ്ക് പാർട്ട് സെറ്റ് ചെയ്യണം. ലിങ്ക് പാർട്ട് എന്നാ സെറ്റ് ചെയ്യേണ്ടത്? ഇതിപ്പോൾ ന്യൂ എന്ന് പറയുന്ന ഫസ്റ്റ് നോഡാണ്. അപ്പോൾ നേരത്തെ ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സാണ് ഇനി ന്യൂവിൻ്റെ ലിങ്കിൽ കൊടുക്കേണ്ടത്. അതായത് പുതിയ നോഡിൻ്റെ ലിങ്ക് ഫീൽഡും ഡാറ്റ ഫീൽഡുമാണ് നമ്മൾ ഫസ്റ്റ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പം ന്യൂവിൻ്റെ ലിങ്ക് ഫീൽഡിൽ എന്ത് കൊടുക്കണം? ന്യൂവിൻ്റെ ലിങ്ക് ഫീൽഡിൽ എന്ത് കൊടുക്കണം? നേരത്തെ ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ്, അതായത് അത് എവിടെയുണ്ട്? ഹെഡറിൻ്റെ ലിങ്ക് ഫീൽഡിൽ നേരത്തെ ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സാണ് ഉള്ളത്. അപ്പം ന്യൂവിൻ്റെ ലിങ്ക് ഫീൽഡിൽ എന്ത് കൊടുക്കണം? ഹെഡറിൻ്റെ ലിങ്ക് ഫീൽഡിലുള്ളതാണ് കൊടുക്കണം. അതാണ് ന്യൂ ആരോ ലിങ്ക് ഈസ് ഈക്വൽ ടു ഹെഡർ ആരോ ലിങ്ക് എന്ന് പറഞ്ഞ് കൊടുക്കും. ആയല്ലോ. ഇനി ന്യൂവിൻ്റെ ഡാറ്റ പാർട്ടിൽ നമ്മൾ എക്സ് ആണ് കൊടുക്കുന്നത്. എക്സ് ആണ് പുതിയ നോഡിൻ്റെ ഡാറ്റ പാർട്ടിൽ കൊടുക്കേണ്ടത്. അപ്പം ന്യൂ ആരോ ഞാൻ പറഞ്ഞു ഓരോ നോഡിൻ്റെയും ലിങ്ക് ആക്സസ് ചെയ്യണമെങ്കിൽ നോഡ് നെയിം ആരോ ലിങ്ക് എന്നും, പിന്നെ മറ്റേത് കിട്ടണമെങ്കിൽ ഡാറ്റ കിട്ടണമെങ്കിൽ എന്താണ്? നോഡ് നെയിം ആരോ ഡാറ്റ എന്നുമാണ് കൊടുക്കണം. അപ്പം ന്യൂ ആരോ ലിങ്ക് ഈസ് ഈക്വൽ ടു ഹെഡർ ആരോ ലിങ്ക്. ന്യൂ ആരോ ലിങ്ക് ഈസ് ഈക്വൽ ടു ഹെഡർ ആരോ ലിങ്ക് എന്ന് കൊടുത്തു. പിന്നെ നമുക്ക് എന്ത് കൊടുക്കണം? ഇതിൻ്റെ ഡാറ്റ പാർട്ടിൽ എന്ത് കൊടുക്കണം? ന്യൂ ആരോ ഡാറ്റ. ന്യൂ ആരോ ഡാറ്റ ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെ നമുക്ക് എന്ത് കൊടുക്കണം? ഹെഡറിൻ്റെ ലിങ്ക് പാർട്ട് കൊടുക്കണം അല്ലേ. എങ്കിലല്ലേ ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് ആവൂല. ഇത് ഇവിടെ നിന്ന് ഈ കണക്ഷൻ ബ്രേക്ക് ചെയ്തു. ഇനി ഇതുമായിട്ട് ഹെഡറിൻ്റെ ലിങ്ക് ഫീൽഡിൽ എന്താ കൊടുക്കണം? ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സാണ് കൊടുക്കണം. നമ്മളിപ്പോഴത്തെ ഫസ്റ്റ് നോഡ് ഏതാ? ന്യൂ ആ. ഈ ന്യൂ ആണ് നമ്മളെ ഫസ്റ്റ് നോഡ്. അപ്പോൾ അതെന്ത് കൊടുക്കുക? ഹെഡർ ആരോ ലിങ്ക് ഈസ് ഈക്വൽ ടു ന്യൂ. അപ്പോൾ ഇതാണ് ഇൻസേർട്ടിങ് എ നോഡ് അറ്റ് ദി ഫ്രണ്ട് ഓഫ് എ സിംഗിൾ ലിങ്ക്ഡ് ലിസ്റ്റ്. ഒരു ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ഫ്രണ്ടിൽ ഒരു നോഡ് എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത് എന്നുള്ളത്. ബാക്കിയുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം.